വോളണ്ടറി പരിപാടിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് പറക്കിയിട്ട് നേരെ ഗീതുന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഗീത് ഫുഡ് കഴിക്കണം. അങ്ങനെ അവളെ ഫുഡ് കഴിപ്പിച്ചിട്ട് അവളെ എടുത്തിട്ട് നേരെ കനകുന്നിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചൂടെടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്റ്റോളിൽ കയറി ഞങ്ങൾ ഇരുന്ന്. അവിടെ അതിനേക്കാളും ചൂട്, AC ഉണ്ടായിരുന്നിട്ടും ചൂട്. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. എന്തോ ഡ്യൂട്ടി എന്നല്ലേ, പ്ലാസ്റ്റിക് അറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ച് 10 രൂപ മേടിക്കും. തിരിച്ചവർ ഇറങ്ങുമ്പോൾ റീഫണ്ട് ചെയ്തെടുക്കും, വലിച്ചെറിയാതിരിക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. മഞ്ഞ കളർ സംഭവമാണ് ഫുഡ് കൂപ്പൺ. ആ കൂപ്പൺ കൊടുത്താലേ ഫുഡ് കിട്ടുള്ളൂ. പൈസ തറ കിടന്ന ആരെങ്കിലും ഓടിപ്പോയി എടുക്കൂലേ, അതുപോലെയാണ് ആ കൂപ്പൺ തറ കിടക്കുന്നുണ്ട് എല്ലാവരും പോയി എടുക്കുന്നത്. കാരണം ഫുഡ് കിട്ടും. ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് നെയ്ച്ചോറും ചിക്കനും പിന്നെ മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും പണിയെടുക്കാൻ പോയി. പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിക്കുന്നത് സൈൻ ഇൻ ചെയ്യണം, ഉച്ചയ്ക്കത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. പിന്നെ പോയി അത് മാർക്ക് ചെയ്തിട്ട് ഞങ്ങളത് അവിടെ കുറച്ച് നേരം ഇരുന്നു. ക്ഷീണിച്ച് ഗൈസ്. ഞാൻ എന്താ സൺസ്ക്രീൻ എല്ലാം ഒഴിച്ച് പോയി ടാൻ അടിച്ചു തുടങ്ങി. എവിടെ എങ്ങോട്ടാണ് നുഴഞ്ഞ് കയറണമെന്നല്ലേ, ഹരിശങ്കറിനെ കാണാം. ഹരിശങ്കറിന്റെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഹരിശങ്കറിന്റെ പരിപാടിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. നൈറ്റിലെത്താം. വനസുന്ദരിയാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് വനസുന്ദരി. അവർക്ക് ഫ്രൈഡ് റൈസ്. വനസുന്ദരി എന്ന് വെച്ചാൽ കൊള്ളത്തില്ല ഗൈസ്. എന്ത് സാധനമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. പക്ഷെ കുറെ പേർക്കൊക്കെ വനസുന്ദരി ഇഷ്ടപ്പെട്ടേട്ടാ. സാധനം മേടിക്കാൻ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതിൽ. അങ്ങനെ ആ സമയം 11 മണിയാവാറായി. ഞങ്ങളുടെ ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞ് ഇനിയും കുറച്ച് പേര് ഇവിടെ വരാനുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ.